വെരി ഗുഡ് മോർണിംഗ് ഈച്ച് ആൻഡ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈവൻറ്റ് മാനേജ്മെൻറ്റിലെ 5th മൊഡ്യൂളിലെ എക്സിബിഷൻ എന്ന് പറയുന്ന ടേമാണ്. എക്സിബിഷൻ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റിന് കീഴിലെ എക്സിബിഷൻ എന്ന് പറയുന്ന ടേമിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളും ഇതിനു മുമ്പ് എക്സിബിഷൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. മേ ബി ട്രൈഡ് എക്സിബിഷൻസ് ആയിരിക്കാം, മേ ബി കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, മേ ബി കുടുംബശ്രീയുടെ ഒക്കെ പോലുള്ള ചെറിയ എക്സിബിഷൻസ് ആയിരിക്കാം, മേ ബി എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലെ എക്സിബിഷൻസ് ആയിരിക്കാം, മേ ബി ആർട്ട് എക്സിബിഷൻസ് ആയിരിക്കാം. സോ അങ്ങനെ ഒരുപാട് എക്സിബിഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സിബിഷൻ എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, ആദ്യം നമുക്ക് എക്സിബിഷൻ എന്ന് പറയുന്ന ടേം എന്താണെന്ന് നോക്കാം. സിംപ്ലി പറയുകയാണെങ്കിൽ ആൻ എക്സിബിഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് ഈവൻറ്റ് ഇൻ വിച്ച് എ കളക്ഷൻ സ്പെഷ്യൽ ഒബ്ജക്റ്റ് ക്യാൻ ബി വ്യൂഡ് ബൈ ദ പബ്ലിക്. The objects are often brought together from many places for the period of the exhibition. സിംപ്ലി പറയുകയാണെങ്കിൽ എക്സിബിഷൻ എന്ന് പറയുന്നത് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കീഴിൽ വരുന്നതാണ്. സിംപ്ലി എക്സിബിഷൻസ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഇതൊരു ഓർഗനൈസ്ഡ് ഈവൻ്റ് ആയിരിക്കും, അല്ലേ? പെട്ടെന്ന് നമ്മൾ പോയിട്ട് ഇന്ന് നമുക്കൊരു എക്സിബിഷൻ നടത്താമെന്ന് പറയാം, ഇല്ല. നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒരു ഡേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്യും. ആ ഡേറ്റിൽ ഇന്നൊരു പ്ലേസിലാണ് നടക്കുന്നതെന്ന് പറയും. അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യും. ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സിബിഷന് വേണ്ടിയുള്ള ഗുഡ്സുകളെല്ലാം കണ്ടക്ട് ചെയ്ത് എക്സിബിറ്റ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ടാണ്? പബ്ലിക്കിന് മുന്നിൽ നമ്മൾ എന്താണ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ അത് ഒരു സെയിം ഇൻഡസ്ട്രി ആയിട്ട് മാത്രം റിലേറ്റഡ് ആയിരിക്കാം. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു എക്സിബിഷനാണെന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിൻറ്റേജ് ബൈക്കുകളുടെ ഒരു എക്സിബിഷനാണെന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ എന്തുണ്ടായിരിക്കും, സ്പെസിഫിക്കലി ഒരു ബ്രാൻഡിൻ്റെ, അല്ലെങ്കിൽ യമഹയുടെ RX100 പോലുള്ള 135 പോലുള്ള വണ്ടികളുടെ കളക്ഷൻ മാത്രമാണെന്ന് പറയാം, അല്ലേ? അത്തരം വണ്ടികളുടെ എക്സിബിഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അതും അല്ലെങ്കിൽ എന്തായിരിക്കും, സൂപ്പർ ബൈക്കുകളുടെ എക്സിബിഷനാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയൊരു ഇൻഡസ്ട്രിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം ഇൻഡസ്ട്രികളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും നോർമലി എക്സിബിഷൻസ് നടത്താറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് എക്സിബിഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നിന്നുള്ള നേട്ടങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എക്സിബിഷൻ? എന്തൊക്കെ പർപ്പസാണ് എക്സിബിഷൻ ഉള്ളതെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഡിസ്ക്രൈബ് എക്സാമിൻ ദ നീഡ്സ് ഓഫ് ലോക്കൽ മാർക്കറ്റ്. ഇപ്പം നമ്മളൊരു എക്സിബിഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ലോക്കലിയുള്ള മാർക്കറ്റിൻ്റെ ഒരു പൾസ് അറിയാൻ വേണ്ടി പറ്റും, അല്ലേ? നമ്മളടുത്ത് വരുന്ന ആൾക്കാർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കൃത്യമായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ വഴി എന്ത് കിട്ടും, നമുക്കൊരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ഫസ്റ്റ് പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇറ്റ്സ് പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ബിസിനസ് മാൻ ടു എക്സാമിൻ ദ നീഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ ലോക്കൽ മാർക്കറ്റ്. ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ നിങ്ങളൊരു എക്സിബിഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സിബിഷനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോക്കൽ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ, അതോടൊപ്പം തന്നെ ലോക്കൽ മാർക്കറ്റിന് എത്രത്തോളം ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് വളർച്ച ഉണ്ടാവുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വെൻ എക്സിബിറ്റേഴ്സ് ആർ ഗാദർഡ് ടുഗദർ ഇൻ ആൻ എക്സിബിഷൻ യു ക്യാൻ പ്രെഡിക്റ്റ് ദ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എത്രത്തോളം പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെയിം ഫീൽഡിൽ ഇപ്പോൾ നമ്മളെന്താ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളുടേത് മാത്രമായിട്ടൊരു സാനിറ്റൈസറാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മളുടെ വെറൈറ്റീസ് ഓഫ് മേ ബി ഒരു 100 വെറൈറ്റീസ് ഓഫ് സാനിറ്റൈസേഴ്സിൻ്റെ ഫ്ലേവേഴ്സാണ് നമ്മളുടെ എക്സിബിഷനിൽ വെക്കുന്നതെന്ന് വിചാരിക്കുക. സിംപ്ലി ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മേ ബി ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. സോ നമ്മൾ വെക്കുന്ന എല്ലാ ഫ്ലേവേഴ്സും നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സ്റ്റാളിലോ അതല്ല എങ്കിൽ വേറെ എക്സിബിഷൻസിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓരോ എക്സിബിഷൻസിലും വന്ന് ചേരുന്ന കമ്പനികളൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും. സോ അവരുടെ ഒന്നും കയ്യിലില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ബിസിനസ് എങ്ങനെ ഡെവലപ്പായിട്ട് വരുമോ, അതല്ലെങ്കിൽ ഇത് ഫെയിലാകുമോ. ഒരു സോട്ട് അനാലിസിസ് നമുക്ക് കൃത്യമായിട്ട് അവിടെ വെച്ച് നടത്താൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്സ് ടു നോ ദ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഫോർ യുവർ പ്രോഡക്റ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫോർ യുവർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ അതിൻ്റെ ഒരു പൊട്ടൻഷ്യാലിറ്റിക്ക് ഡിമാൻഡ് ഉണ്ടോ, ആൾക്കാരത് കൃത്യമായിട്ട് വാങ്ങിക്കുന്നുണ്ടോ, അതും അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇഷ്ടപ്പെടുന്നില്ലേ,
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. സോ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രൊഡക്റ്റിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സിബിഷൻ എന്ന് പറയുന്നൊരു ഫേസ് ടു ഫേസ് റിലേഷൻ അവിടെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മളൊരു എക്സിബിഷന് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്താ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ബൈക്കുകളുടെ എക്സിബിഷനാണെന്ന് വിചാരിക്കാം. സോ സൂപ്പർ ബൈക്കുകളുടെ എക്സിബിഷനാണെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് വണ്ടി കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് എങ്ങനെയാണ്, ഇതിലെങ്ങനെയാണ് വരുന്നത്, ഇത് ഏകദേശം നമ്മളിപ്പോൾ തവണ വ്യവസ്ഥയിലാണ് ലോണിലാണ് അടയ്ക്കുന്നതെങ്കിൽ എത്ര ബേസ് പേയ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് എത്രത്തോളം കൊടുക്കാം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കത് വളരെ ഫേവറായിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് അവരുടെ അടുത്ത് പറയും, നമ്മളെന്നാൽ ഇങ്ങനെ കോൺടാക്ട് നമ്പർ തരൂ, ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിക്കും അല്ലേ. സോ അത് വെച്ച് അവർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ടത് മനസ്സിലാവണം, ഈ പ്ലാന് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഇമേജ് ഓഫ് ദ കമ്പനി. എങ്ങനെയാണ് കമ്പനിയുടെ ഇമേജ് എക്സിബിഷൻ വഴി ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴും എക്സിബിഷൻസിന് വളരെ വൈഡായിട്ടുള്ളൊരു മീഡിയ കവറേജ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഡൽഹി മോട്ടോ എക്സ്പോ എന്ന് പറയുന്നൊരു എക്സിബിഷൻ ഉണ്ട്. ഡൽഹിയിൽ മോട്ടോ എക്സ്പോയിലാണ് ഇന്ത്യയിൽ വരുന്ന സൂപ്പർ ബൈക്കുകൾ, അതോടൊപ്പം തന്നെ മോട്ടോ ഇൻഡസ്ട്രി ആയി കിടക്കുന്ന എല്ലാ എക്സ്ക്ലൂസീവായിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. സോ അതിനേക്ക് കൃത്യമായിട്ട് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, മേ ബി ചാനൽസ് ആയിക്കോട്ടെ, പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമുക്ക് എന്താണ് മാഗസീൻസുകളുണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. സോ അവരൊക്കെ ഹൈലി ഫോക്കസ്ഡ് ആയിരിക്കും അല്ലേ ഓരോ വർഷത്തെയും മോട്ടോ എക്സ്പോയിലേക്കൊക്കെ. സോ ഇത്തരത്തിലുള്ള എക്സിബിഷൻസിലേക്ക് അവർ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. സോ അതുവഴി നമ്മൾ ഇപ്പോൾ ഡൽഹി മോട്ടോ എക്സിബിഷനിലാണ് നമ്മൾ നമ്മുടെ പുതിയ വെഹിക്കിൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മീഡിയ കവറേജ് ഉണ്ട്. സോ അതുവഴി നമുക്ക് നല്ലൊരു പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. കമ്പനി ക്യാൻ യൂസ് ദ എക്സിബിഷൻ ടു ഇംപ്രൂവ് കമ്പനി ഇമേജ്. എക്സിബിഷനുള്ള മീഡിയ കവറേജ് വെച്ചിട്ട് കമ്പനിക്കുള്ള ഇമേജും ഇൻക്രീസ് ചെയ്യാം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് എക്സിബിഷൻ ഹെൽപ്സ് ടു പ്രൊമോട്ട് യുവർ പ്രോഡക്റ്റ് പോപ്പുലാരിറ്റി. നേരത്തെ പറഞ്ഞ അതേ സെയിം പോയിന്റ് തന്നെ ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്ത് വരികയാണ് പോപ്പുലാരിറ്റി. ഞാൻ പറഞ്ഞു അത്രയധികം മീഡിയ കവറേജ് രാജ്യത്തിനകത്ത് നമ്മളുടെ ഒരു ഡൽഹി മോട്ടോ എക്സിബിഷൻ ഉണ്ട്. സോ അത്രത്തോളം അതെന്ത് കിട്ടാം, പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുക്കും. സോ തേർഡ് പോയിന്റിലേക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ എക്സിബിഷൻസ് ക്രിയേറ്റ് എ സ്പെഷ്യൽ മീഡിയ കവറേജ് ആൻഡ് ഇറ്റ്സ് ഹെൽപ്സ് ടു ബിക്കം ബ്രാൻഡ് പോപ്പുലർ. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്രാൻഡ് ഈസ് എ നെയിം, സൈൻ, ടേം, സിമ്പിൾ ഓർ ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് എലമെൻറ്റ്സ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ഫ്രം അതേഴ്സ്. ബ്രാൻഡ് എന്ന് പറയുന്നത് നെയിമോ സൈനോ ടേമോ സിമ്പലോ ഓർ ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഇതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബ്രാൻഡിനുള്ളൊരു ഇമേജ് ഇതുവഴി നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? ത്രൂ മീഡിയ കവറേജ്. ഇത്രയും പർപ്പസുകളാണ് നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ എക്സിബിഷനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോയിന്റ് കൂടെ ഉണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് കോപ്പറേഷൻ വിത്ത് അതേഴ്സ്. അതായത് മൂന്നാമത്തെ പോയിന്റ് പർപ്പസിന് നമ്മൾ പറയുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ് ട്രേഡ് കോപ്പറേഷൻ വിത്ത് അതേഴ്സ്. എങ്ങനെയാണ് ട്രേഡ് കോപ്പറേഷൻ നടക്കുന്നത്? ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, എക്സിബിഷൻസ് ഒന്നെങ്കിൽ ഒരു ഇൻഡസ്ട്രി മാത്രമായിരിക്കും, അതുമല്ലെങ്കിൽ ഒന്നിലധികം ഇൻഡസ്ട്രികൾ ഉണ്ടായിരിക്കാം. സോ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമാണ്, ഇപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ മറ്റു കമ്പനികളുമായിട്ടോ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. എക്സിബിഷൻ ഹെൽപ്സ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓർ അതർ കമ്പനീസ്. ഒന്നുകിൽ കമ്പനീസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്, അതും അല്ലെങ്കിൽ കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആവുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ടൈപ്പ് കോപ്പറേഷൻ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ടൊരു ടൈപ്പിലെത്താനും ഇത്തരം എക്സിബിഷൻസ് വഴിയൊരുക്കാറുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എക്സിബിഷൻ എന്ന് പറയുന്ന പോയിൻ്റാണ്. ഒരുപാട് രീതിയിൽ എക്സിബിഷൻസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ ഇൻ്റർനാഷണൽ എക്സിബിഷൻസ് എന്ന് പറയാം, ഡൊമസ്റ്റിക് എക്സിബിഷൻസ് എന്ന് പറയാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് എക്സിബിഷൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്, ട്രേഡ് എക്സിബിഷൻസ് എന്നും കൺസ്യൂമർ എക്സിബിഷൻസ് എന്നും. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് എക്സിബിഷൻ എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്നാണ്.
സിംപ്ലി ആ പേരിൽ തന്നെയുണ്ട്, ട്രേഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സിബിഷൻസ് ആണ് ട്രേഡ് എക്സിബിഷൻസ് എന്ന്. ട്രേഡ് ഓറിയൻറ്റഡ് എക്സിബിഷൻസ് ആർ എക്സിബിഷൻസ് ഫോർ ഇൻഡസ്ട്രീസ് സച്ച് ആസ് മാനുഫാക്ചറിങ് ആൻഡ് കൊമേഴ്സ്. മാനുഫാക്ചറിങ് ആയിട്ട് കൊമേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ട്രേഡ് ഓറിയൻറ്റഡ്, അതായത് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് കിടക്കുന്ന എക്സിബിഷൻസിനെയാണ് നമ്മളെന്ത് ട്രേഡ് എക്സിബിഷൻസ് എന്ന് പറയാറുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ പർപ്പസ് ഓഫ് ദ ട്രേഡ് എക്സിബിഷൻ ഈസ് ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ആൻഡ് നെഗോസിയേഷൻ ട്രേഡ്. അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള A to Z ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ മറ്റൊരു ബിസിനസ് ഡീലാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. അതായത് മറ്റുള്ളവരുമായിട്ട് ഒരു നെഗോസിയേഷനിലെത്തുകയാണ്. അതായത് മേ ബി നമ്മൾ ഇന്ന ഒരു പ്രൊഡക്റ്റ് ഇത്ര രൂപയ്ക്ക് തരാമെന്ന് വേണ്ടി ഓഫർ ചെയ്യുന്നു. അവർ ഓട്ടോമാറ്റിക്കലി അവർക്കത് വേണ്ട ഒരു പ്രൊഡക്റ്റാണ്, അവർക്ക് അതിന് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവർ അവരുടേതായിട്ടുള്ളൊരു ഓഫർ പറയും. സോ നമ്മളവിടെ നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡ് എക്സിബിഷൻ ദാറ്റ് ആർ ഓപ്പൺ ടു ദ ബിസിനസ് കമ്മ്യൂണിറ്റി. നോർമലി ട്രേഡ് എക്സിബിഷൻസിൽ ലോക്കൽ പീപ്പിൾ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൊന്നും നേരിട്ട് ഡയറക്റ്റ്ലി പോയിട്ട് പങ്കെടുക്കാറില്ല. മേ ബി നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത്തരം സമയങ്ങളിലൊക്കെ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടാം എന്നത് ഒഴിച്ചു നിർത്തിയാൽ കൃത്യമായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഒന്നും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡയറക്റ്റ്ലി ഒരിക്കൽ പോലും ഈ ട്രേഡ് എക്സിബിഷൻസിൻ്റെ ഭാഗമാകാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. ഹൈലി ഇൻഫ്ലുവൻസ് ഉള്ള ബിസിനസ് ടൈക്കൂൺസ്, അതോടൊപ്പം തന്നെ ബിസിനസ് മാനേജേഴ്സ്, ഓരോ കമ്പനി റെപ്രസെൻറ്റേറ്റീവ്സ്, ഇവരൊക്കെയാണ് ഇത്തരത്തിലുള്ള ട്രേഡ് എക്സിബിഷൻസിൽ നോർമലി പങ്കെടുക്കാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ഓറിയൻറ്റഡ് എക്സിബിഷൻസ് ആണ്. സോ കൺസ്യൂമർ ഓറിയൻറ്റഡ് എക്സിബിഷൻസ് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ട്രേഡ് ഓറിയൻറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് മാൻമാർക്കുള്ളതായിരുന്നു. കൺസ്യൂമർ ഓറിയൻറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സിംപ്ലി ഫസ്റ്റ് പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ഓറിയൻറ്റഡ് എക്സിബിഷൻസ് ബേസിക്കലി ഡിസ്പ്ലേ കൺസ്യൂമർ ഗുഡ്സ് ഫോർ ഡയറക്റ്റ് സെയിൽ. അവിടെ എന്താ നടക്കുന്നത്, ഡയറക്റ്റ് സെയിൽ നടക്കുന്നുണ്ട്. മേ ബി ട്രേഡ് എക്സിബിഷൻസിൽ എന്തായിരിക്കും, ഒരു ഡയറക്റ്റ് സെയിലൊന്നും നടക്കുന്നില്ല. ഒരു കമ്പനിയുടെ മോഡൽ അവർ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡിസൈൻ അവതരിപ്പിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, കൊമേഴ്സായിട്ടും അല്ലെങ്കിൽ നെഗോസിയേഷൻ നടക്കുന്നു, അതിനുശേഷം ഡീൽ ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും മേ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത്, ഡയറക്റ്റ് സെയിൽ നടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡയറക്റ്റ് സെയിലും കൂടെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ നാച്ചർ ഓഫ് എക്സിബിഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഓർഗനൈസേഴ്സ് ഓഫ് എക്സിബിഷൻ ആൻഡ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ബൈ ദ കോമ്പോസിഷൻ ഓഫ് ദ വിസിറ്റേഴ്സ്. ഓൾറെഡി ഇത്തരത്തിലുള്ള കൺസ്യൂമർ ഓറിയൻറ്റഡ് എക്സിബിഷൻസ് എല്ലാം ഓർഗനൈസേഴ്സ് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അവരുടെ പ്രൊമോഷനിൽ, അവരുടെ പരസ്യത്തിലൊക്കെ കൃത്യമായിട്ട് ഇതൊരു കൺസ്യൂമർ ഓറിയൻറ്റഡ് എക്സിബിഷൻസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള എക്സിബിഷൻസ് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യൂ, ജനങ്ങളിലേക്ക് എത്തൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഡയറക്റ്റ് സെയിലാണ്. ഫസ്റ്റ് പോയിന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്നത് ഡയറക്റ്റ് സെയിലാണ്. അതായത് ഗുഡ്സിൻ്റെ ഡയറക്റ്റ് സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് വരണം. സോ ഓർഗനൈസേഴ്സ് എന്തായിട്ടും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായത് ഇത്തരത്തിലുള്ളൊരു ഈവൻ്റാണ്, ഇത്തരത്തിലുള്ള ഗുഡ്സാണ് അവിടെ സെയിൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വൈൽ എക്സിബിഷൻസ് ഓപ്പൺ ടു ദ പബ്ലിക് ആർ കൺസ്യൂമർ ഓറിയൻറ്റഡ് എക്സിബിഷൻസ്. പബ്ലിക്കിന് ഡയറക്റ്റ്ലി തുറന്നു കൊടുക്കുന്ന എക്സിബിഷൻസ് ഒക്കെ എന്താണ്, കൺസ്യൂമർ ഓറിയൻറ്റഡ് എക്സിബിഷൻസ് ആണ്. കാരണം പബ്ലിക്കിനെയാണ് അവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈവൻറ്റ് മാനേജ്മെൻറ്റിൽ 5ാമത്തെ മൊഡ്യൂളിലെ എക്സിബിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിംപ്ലി വളരെ ഡീപ്പായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, പക്ഷേ എന്താണ് നമുക്ക് എക്സിബിഷൻ എന്ന് പഠിക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് എക്സിബിഷൻസ് നടത്തുന്നതെന്ന് പഠിക്കണം. ഒരു കമ്പനിയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് കമ്പനിക്ക് കിട്ടുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ കസ്റ്റമറിന് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിന് എന്താണ് ഒരു എക്സിബിഷനിൽ റോള് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതെല്ലാം വരുന്നത് തുടക്കത്തിലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മൈസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടാണ് എക്സിബിഷൻസ് വരുന്നത്. അതായത് മൈസ് എന്ന് പറയുന്ന MICE, മീറ്റിംഗ്, ഇൻസെൻറ്റീവ്, കോൺഫറൻസ്, എക്സിബിഷൻ എന്ന് പറയുന്ന എമേർജിങ് ടൂറിസം കൺസെപ്റ്റായുള്ള മൈസിൻ്റെ ഭാഗമായിട്ടാണ് എക്സിബിഷൻസ് വരുന്നത്.
സോ സിംപ്ലി എക്സിബിഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ കൊച്ചി, അതോടൊപ്പം തന്നെ ബാംഗ്ലൂരു, ഈ 2 സിറ്റികളാണ് മൈസ് ടൂറിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്ന 2 സിറ്റികൾ എന്ന് പറയുന്നത്. അത്രയധികം ഹോട്ടൽസുകളും അതോടൊപ്പം തന്നെ എക്സിബിഷൻ സെൻറ്റേഴ്സും ഒക്കെ ഓഫർ ചെയ്യാൻ കൊച്ചിക്കും ബാംഗ്ലൂരിനും പറ്റുന്നുണ്ട്. മൂന്നാമതൊരു സ്ഥലം കൂടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് ചെന്നൈയാണ്, തമിഴ്നാട്ടിലുള്ള. സോ ഈ 3 സിറ്റികളാണ് മൈസ് ടൂറിസത്തിൽ എക്സിബിഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഫേമസ് ആയിട്ട് കിടക്കുന്ന സിറ്റികൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എക്സിബിഷൻ എന്ന് പറയുന്ന പോയിന്റിനെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈവൻറ്റ് മാനേജേഴ്സിന് ഇതിലെന്താണ് റോള്, അല്ലെങ്കിൽ അത്തരം കാര്യത്തിൽ അത്തരം ഒരു ആംഗിളിൽ നിന്നും കൂടെ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ പർപ്പസ് അതോടൊപ്പം തന്നെ ടൈപ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.